അപ്പോൾ ഈ ഒരു സെഷന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖിൽജി തുഗ്ലക് ഡൈനസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി അവർ ഫസ്റ്റ് റൂളർ ആയിട്ടുള്ള ആരായിരുന്നു ഫസ്റ്റ് റൂളർ ഡൽഹിൻ്റെ? ഇറ്റ് ഇസ് മെയിൻലി ഇറ്റ് ഇസ് ടൊമാര രാജ്പുട്ട് ആയിരുന്നു അല്ലേ. പിന്നെ ചൗഹാൻസ് വന്നു, പിന്നെ ഇൽത്തുമിഷിന്റെ റൂളായി, ഇൽത്തുമിഷ് ഡോട്ടർ റിസിയന്റെ റൂളായി, പിന്നെയാണ് തുഗ്ലക് ആൻഡ് ഖിൽജി ഡൈനസ്റ്റിൻ്റെത് വന്നത്. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ തുഗ്ലക് ഡൈനസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ഓക്കെ. And the slaves and clients were loyal to their masters and patrons but not to their heirs. ഈ സ്ലേവ്സ് എന്ന് പറയുന്നത് എന്താ, അവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സിനെയാണ്. പക്ഷെ അവരുടെ മക്കളെയൊന്നും ഒരു വലിയ തരത്തിൽ എന്ത് ചെയ്തില്ല എന്ന് പറയുന്നത്, അവരോടൊന്നും അത്ര ലോയൽ ആയിട്ടുള്ള ഒരു കണ്ടക്ട് അല്ലായിരുന്നു, പെരുമാറ്റമല്ലായിരുന്നു ഇത്തരം സ്ലേവ്സിന് ഉണ്ടായിരുന്നത്. ഇപ്പോ സെക്കൻഡ് പോയിന്റ്, സുൽത്താൻസ് ഹാഡ് ദിയർ ഓൺ സെർവൻസ്. ഇത്തരം സുൽത്താൻസിന് അല്ലെ റൂളേഴ്സിന്, ഡൽഹിത്തെ റൂളേഴ്സിന് അവരുടേതായിട്ടുള്ള എന്തുണ്ടായിരുന്നു? സെർവൻസ് ഉണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് the accession of a new monarch often saw conflict between the old and new nobility. എപ്പോഴും അവിടെ ഒരു സംഘർഷം ഉണ്ടാവും. ആരാണ് അടുത്ത പിന്മുറക്കാരൻ എന്നുള്ളതിൽ. അത് പണ്ടുള്ളതായിക്കോട്ടെ ഇപ്പോഴത്തെ നൊബിലിറ്റിക്കിടയിലും ഒരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. slaves and clients were loyal to their masters and patrons but not to their heirs. Okay, sultans had their own servants. Okay, എന്ന് വെച്ചാല് സുൽത്താൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സെർവൻസ് ഉണ്ട്. ആസ് എ റിസൾട്ട് ദ ആക്സഷൻ ഓഫ് എ ന്യൂ മൊണാർക്ക് ഓഫൻ സോ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ന്യൂ നൊബിലിറ്റി. എപ്പോഴും ആരാണ് അടുത്ത തലമുറ, അടുത്ത രാജാവ് എന്നുള്ളതിൽ എപ്പോഴും പണ്ടത്തെ ആളുകളും ഇപ്പോഴത്തെ ആളുകളും ഒരു കോൺഫ്ലിക്റ്റ് ആണ്, സംഘർഷത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. And the patronage of humble people by the Delhi Sultans also shocked many elites and authors of Persian Tawarik criticized the Delhi Sultans for appointing low and baseborn to high offices. പക്ഷെ നമ്മൾ പറഞ്ഞു ബാൻഡാഗൻ എന്ന് പറയുന്ന ഇൽത്തുമിഷിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? പാവപ്പെട്ട ആളുകളെയും ഇവരുടെ ഓഫീസസിൽ വലിയ വലിയ പൊസിഷൻസിൽ ഇരുത്തുന്ന രീതിയോട് ആർക്ക് അത്ര നല്ല ഇത് ഇല്ലായിരുന്നു. ചില ആളുകൾക്ക് അത്, ചില ഹൈ കാസ്റ്റ് ഫാമിലിക്ക് അത് അത്ര തൃപ്തിപ്പെടുന്നതല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം ആളുകളെ ചെറിയ സൈഡാക്കി നിർത്തേണ്ട ഈ ഒരു ടൈമില് വലിയ വലിയ ഓഫീസസിൽ കയറി എത്തിയിരിക്കുന്നു എന്ന് പറയുന്നവരാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ദ പാട്രണേജ് ഓഫ് ദീസ് ഹംബിൾ പീപ്പിൾ ബൈ ഡൽഹി സുൽത്താൻസ് ഓൾസോ ഷോക്ക്ഡ്. കുറെ ആളുകൾ അത് ഷോക്കാക്കി. ബിക്കോസ് മെനി അലൈറ്റ്സ് ആൻഡ് ഓതേഴ്സ് ഓഫ് പേർഷ്യൻ ടവാരിക് ക്രിട്ടിസൈസ്ഡ്. എല്ലാവരും ഇത്തരം ടവാരിക് എന്ന് പറയുന്ന ഹിസ്റ്ററി ബുക്കിന്റെ ഓതേഴ്സ് ഒക്കെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തു. എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബിക്കോസ് they were appointing the low and baseborn to high offices. That's the reason. Okay, next point, next slide la first point നോക്കിക്കേ. Like the earlier sultans, the Khilji and Tughlaq monarchs appointed military commanders as governors of territories of varying sizes. അതുപോലെ തന്നെ പണ്ടുള്ള സുൽത്താൻസ് ചെയ്ത പോലെ തന്നെ ഇത്തരം സ്ലേവ്സിന് തന്നെ മിലിറ്ററി സർവീസസിലേക്ക് ഖിൽജി ആൻഡ് തുഗ്ലക് ഡൈനസ്റ്റി അതേപടി തന്നെ അപ്പോയിന്റ് ചെയ്തു, അതേ ഫോളോയിങ്. ഓക്കെ, അങ്ങനെയുള്ള ലാൻഡ്സ്, അങ്ങനെ ഇത്തരം മിലിറ്ററി ഓഫീസേഴ്സായി അവരെ ഗവർണേഴ്സ് ആയി ഇതാക്കി. എന്ന് വെച്ചാൽ ഓരോ ടെറിട്ടറിയിലുള്ള ഓരോ സ്ലേവ്സിനെ ഓരോ ടെറിട്ടറിയിൽ ഗവർണേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയുള്ള ലാൻഡ്സിനെ ഇക്ത എന്നാണ് പറയാ. ആൻഡ് ദെയർ ഹോൾഡർ, ഈ ഒരു ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആളുകളെ എന്താണ് പറയാ? ഇക്താദാർ ഓർ മുക്തി എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഓരോ ടെറിട്ടറി ഉണ്ട്, ആ ലാൻഡ്സിനെ പറയുന്നത് ഇക്ത എന്നാണ്. ആ ഒരു ലാൻഡ് ഹോണറിനെ പറയുന്നത് ഇക്താദാർ ഓർ മുക്തി എന്നാണ്. ഇക്ത എന്ന് പറയുന്ന അവിടുത്തെ ടെറിട്ടറി ലാൻഡിനെ പറയുന്നതാണ്. ആ ഒരു ലാൻഡ് ഹോൾഡറിനെ പറയുന്ന പേരെന്താ മക്കളെ? ഇക്താദാർ ഓർ മുക്തി. ഓക്കെ, അതാണ് പറഞ്ഞത്. ലൈക്ക് ദ ഏർലിയർ സുൽത്താൻസ്, ഏർലിയർ സുൽത്താൻ ചെയ്ത പോലെ, ഇൽത്തുമിഷ് ചെയ്ത പോലെ അതേപടിയുള്ള ബാൻഡാഗൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തു ഖിൽജി ആൻഡ് തുഗ്ലക് മൊണാർക്സ് അല്ലെ. ഇത്തരം സ്ലേവ്സിനെ ഗവർണേഴ്സ് ആക്കി ഇരുത്തി. പിന്നെ അങ്ങനെയുള്ള ഓരോ ടെറിട്ടറി ലാൻഡിനെ പറയുന്ന പേര് ഇക്ത എന്നാണ്. ആ ഒരു ലാൻഡ് ഹോണേഴ്സിന്റെ പേരാണ് ഇക്താദാർ ഓർ മുക്തി. ഓക്കെ, അപ്പൊ ദ ഡ്യൂട്ടി ഓഫ് ദ മുക്തീസ്, ഇത്തരം ലാൻഡ് ഹോണേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മെയിൻലി ടു ലെറ്റ്
military campaigns and maintain law and order in their iktas. ഇത്തരം ലാൻഡ് ഹോൾഡേഴ്സ് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യണം? മിലിറ്ററി ക്യാമ്പയിൻസ് അവർ നടത്തണം. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന് മേൽ നല്ല രീതിയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള റൂൾസ് ഒക്കെ അവർ പാലിച്ചിരിക്കണം എന്നാണ് സുൽത്താൻസ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദിയർ മിലിറ്ററി സർവീസസ് the muktis collected the revenues of their assignments as salary. ഓക്കെ. അപ്പൊ ഈ ഒരു മുക്തീസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മിലിറ്ററി സർവീസ് ചെയ്യുന്ന സ്ലേവ്സ് ആണ് അല്ലെ. അപ്പൊ അവര് നല്ല രീതിയിൽ അവിടെ മിലിറ്ററി ക്യാമ്പയിൻസ് നടക്കണം. ഓൾസോ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഓഫ് ദിയർ ലാൻഡ്. ഓക്കെ. അത് കൂടാതെ എന്തൊക്കെ ചെയ്യണം? അവരെന്ത് ചെയ്യണം? ഇത്തരം മുക്തീസ്, ഓക്കെ, ദേ ഹാവ് ടു കളക്ട് റവന്യൂ ആസ് എ സാലറി. അവരെന്ത് ചെയ്യും? റവന്യൂസ് കളക്ട് ചെയ്യണം. അതാണ് അവരുടെ സാലറി എന്ന് പറയുന്നത്. ഇത്തരം മിലിറ്ററി സർവീസ് ചെയ്യുന്ന ആളുകളുടെ സാലറി എന്ന് പറയുന്ന ഇത്തരം ടാക്സസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. ഓക്കെ. അപ്പൊ the duty of the muktis was to lead military campaigns and maintain law and order in their iktas, and also in exchange for their military services the muktis collected revenues of their assignment as salary. Okay, next one. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള മിലിറ്ററി, അപ്പോ ഇത്തരം മുക്തീസ് എന്ന് പറയുന്ന അവിടെയുള്ള ലാൻഡ് ലോഡ്സ് ആണ് അല്ലെ. അവിടെ കുറെ ലാൻഡ് ഉണ്ട്. ഇക്ത എന്ന് പറയുന്നത് അവിടെ ലാൻഡ് ലോഡ്സിന് മുക്തി എന്നാണ് പറയാ. ഇത്തരം ലാൻഡ് ലോഡ്സ് അവിടുന്ന് എന്താണ് ടാക്സസ് ഒക്കെ നല്ല രീതിയിൽ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു പങ്ക് ആർക്കും കൂടെ കൊടുക്കും? ഇത്തരം മിലിറ്ററി സർവീസ് നടത്തുന്ന നമ്മുടെ സ്ലേവ്സ് ഇല്ലേ, അവർക്ക് കൊടുക്കും. ഓക്കെ. ദേ ഓൾസോ പെയ്ഡ് ദിയർ സോൾജിയേഴ്സ് ഫ്രം ദീസ് റവന്യൂസ്. ഓക്കെ. പിന്നെയോ control over muktis was most effective if their office was not inheritable and if they were assigned iktas for short period of time before being shifted. ഇത്തരം മുക്തീസിന് ഈ ലാൻഡ്സ് കൊടുക്കുന്ന കുറച്ച് ടൈമിന് മാത്രമാണ്. പിന്നെ അത് ആ ഒരു സ്ഥലം വേറൊരു ആൾക്ക് പോകും. അതാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. And these harsh conditions of service were rigorously imposed during the reigns of Alauddin Khilji and Muhammad Tughlaqന്റെ ടൈമിൽ ഈ ഒരു ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ടൈം മാത്രം മുക്തീസിന്റെ അടുത്ത് ലാൻഡ് ഹോൾഡേഴ്സിന്റെ ടൈം കയ്യിൽ ആ ഒരു ലാൻഡ് ഉണ്ടാവും. പിന്നെ കുറെ കഴിഞ്ഞാൽ അത് ഷിഫ്റ്റ് ആവും, വേറൊരാളുടെ കയ്യിലാവും. ഓക്കെ. പിന്നെ അവരെന്ത് ചെയ്യണം? ഇത്തരം മുക്തീസ് ലാൻഡ് ഹോൾഡേഴ്സ് എപ്പോഴും റവന്യൂ കളക്ട് ചെയ്യണം ടാക്സസ് ആയിട്ട്. അതിന്റെ ഒരു പങ്ക് മിലിറ്ററി സർവീസസിന് അവർക്ക് കൊടുക്കും വേണം. അതായിരുന്നു മുഹമ്മദ് ഖിൽജിയും അല്ലെ മുഹമ്മദ് തുഗ്ലക് ആൻഡ് അലാവുദ്ദീൻ ഖിൽജി ഫോളോ ചെയ്ത ഒരു റൂൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് അക്കൗണ്ടന്റ്സ് വെയർ അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ടു ചെക്ക് the amount of revenue collected by muktis. അപ്പോ ഈ ഡൽഹി സുൽത്താൻസ് ആയിട്ടുള്ള ഖിൽജീസും അതുപോലെ തന്നെ തുഗ്ലക്കും ഒരു അക്കൗണ്ടന്റിനെ ഏർപ്പാടാക്കി. ഇത്തരം മുക്തീസ് കളക്ട് ചെയ്യുന്ന റവന്യൂവിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റിനെ അവർ ഏർപ്പാടാക്കി എന്നാണ് പറയുന്നത്. അക്കൗണ്ടന്റ്സ് വെയർ അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ടു ചെക്ക് ദ എമൗണ്ട് ഓഫ് റവന്യൂ കളക്ടഡ് ബൈ മുക്തീസ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. And care was taken that mukti collected only the taxes prescribed by the state. നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. എന്തെങ്കിലും കറപ്ഷൻ അവർ ചെയ്തിട്ടുണ്ടോ മുക്തീസ് എന്ന് അക്കൗണ്ടന്റ്സ് നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. And that he kept the required number of soldiers. ഓക്കെ. അപ്പൊ ടാക്സസ് ഈ ഒരു സ്റ്റേറ്റ് പറയുന്ന രീതിയിൽ തന്നെയാണോ കളക്ട് ചെയ്തതെന്ന് അന്വേഷിക്കാൻ അവിടെ സോൾജിയേഴ്സും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. As the Delhi Sultans brought the hinterland of cities under their control, they forced the landed chieftains, the Samanta aristocrats and rich landlords to accept their authority. അപ്പോ കുറെ സിറ്റീസ് ഡൽഹി സുൽത്താൻസിന്റെ കയ്യിലായി. ഈ അലാവുദ്ദീൻ ഖിൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്കിന്റെ കയ്യിലായപ്പോ ഇത്തരം ലാൻഡ്സ് ആരുടെ ഇതിലാക്കി? റെസ്പോൺസിബിലിറ്റിയിൽ മെയിൻലി സമാൻഡ അരിസ്റ്റോക്രാറ്റ്സ് അവരൊക്കെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. റിച്ച് ലാൻഡ് ലോഡ്സ് ഒക്കെ ആ ഒരു അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യണമെന്ന് അവർ നിർബന്ധിച്ചു ഡൽഹി സുൽത്താൻസ്. ഓക്കെ. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ടാക്സസ് കളക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് നോക്കാൻ വേണ്ടി ഡൽഹി സുൽത്താൻസ് അതിനുവേണ്ടി അക്കൗണ്ടന്റിനെയും മിലിറ്ററി സർവീസസും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ ഡൽഹി സുൽത്താൻസ് ആയിട്ടുള്ള മുഹമ്മദ് തുഗ്ലക് ആൻഡ് അലാവുദ്ദീൻ ഖിൽജി കുറെ ലാൻഡും കൂടെ അവിടെ കീഴടക്കി വെച്ചിട്ടുണ്ട്. അത് ആരുടെ ഇതിലാക്കി? അത് ആര്
റൂൾ ചെയ്യണം അല്ലെങ്കിൽ ആര് നോക്കണം എന്ന് പറഞ്ഞു? ഇത്തരം സമാൻഡ അരിസ്റ്റോക്രാറ്റ്സോ അല്ലെങ്കിൽ റിച്ച് ലാൻഡ് ലോർഡ്സോ ഇത്തരം അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സുൽത്താൻസ് അവരെ പേഴ്സ്യൂ ചെയ്തു, നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. And under Alauddin Khiljiന്റെ ഭരണം എങ്ങനെയായിരുന്നു മക്കളെ? The state brought the assessment and collection of land revenue under its own control. അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ഇതിൽ തന്നെ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്യും, എല്ലാ തരത്തിലുള്ള ലാൻഡ് റവന്യൂ അസസ്മെന്റ് ഒക്കെ അദ്ദേഹം നോക്കും. ഓക്കെ. ആൻഡ് the rights of local chieftains to levy taxes were cancelled and they were also forced to pay taxes. The rights of local chieftains to levy taxes were cancelled. എന്താ വെച്ചാൽ ഈ ലാൻഡ് ലോർഡ്സ് ഈ ടാക്സസ് അടയ്ക്കാതെ അവർ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് അവരും എന്ത് ചെയ്യണം? ടാക്സസ് അടയ്ക്കണം എന്ന് പറയുന്ന നിയമം ആര് കൊണ്ടുവന്നു? അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നു. The Sultan's administrators measured the land and kept careful accounts. ഇത്തരം അലാവുദ്ദീൻ ഖിൽജിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എല്ലാം ചെക്ക് ചെയ്യുന്ന, എല്ലാം ക്ലിയർ ആക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. And some of the old chieftains and landlords served the Sultanate as revenue collectors and assessors. ഓക്കെ. കുറച്ച് മുമ്പുള്ള ഈ ലാൻഡ് ഒക്കെ നോക്കുന്ന ലാൻഡ് ഹോൾഡേഴ്സ് ഇവരെ വിളിച്ചത് എന്തായിട്ടാണ്? റവന്യൂ കളക്ടേഴ്സ് ഓർ അസസേഴ്സ് ആയിട്ടാണ് കണക്കാക്കാറ് എന്നാണ് പറയുന്നത്. And there were 3 types of taxes. ആ ഒരു ടൈമില് അലാവുദ്ദീൻ ഖിൽജിന്റെ ടൈമിൽ 3 ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ടായിരുന്നു. എന്തിനൊക്കെ മെയിലായിരുന്നു ടാക്സസ്? On cultivation called garage and amounting to about 50% of peasants produce. അല്ലേ? എന്ന് വെച്ചാൽ 50% ആളുകൾ അല്ലെ, 50% പെസന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഗാരേജിന് മെയിൻലി എന്ത് ഇടും? ടാക്സസ് അവരിടും. പിന്നെ കാറ്റിലിന് അവർ ടാക്സ് ഇടും, ഹൗസസിന് ടാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ. It is important to remember that large part of the subcontinent remained outside the control of Delhi Sultanate. എന്ന് വെച്ചാൽ ആ ഒരു സബ് കോണ്ടിനെന്റ് പല ഭാഗങ്ങൾ ദൂരെയുള്ള കുറെ പ്രദേശങ്ങളൊക്കെ ഡൽഹി സുൽത്താനേറ്റിന്റെ അണ്ടറിലായി. ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഡിസ്റ്റന്റ് പ്രൊവിൻസസ് ലൈക്ക്. അപ്പൊ കുറെ രാജ്യങ്ങൾ അവർ കീഴടക്കി. പക്ഷെ അത്രയും ദൂരെയുള്ള ബംഗാൾ ഫ്രം ഡൽഹി ഒക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടായി വന്നു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഡിസ്റ്റന്റ് പ്രൊവിൻസസ് ലൈക്ക് ബംഗാൾ ഫ്രം ഡൽഹി. ആൻഡ് സൂൺ ആഫ്റ്റർ ആനക്സിംഗ് സൗത്ത് ഇന്ത്യ ദ എൻറ്റയർ റീജിയൻ ബിക്കം ഇൻഡിപെൻഡന്റ്. അങ്ങനെ കുറെ രാജ്യങ്ങളാക്കുമ്പോൾ അവർക്ക് അതൊന്നും റൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നു. ഓക്കെ. പിന്നെ അങ്ങനെ വന്നപ്പോ അവരെന്ത് ചെയ്തു? the entire region become independent. അത് സ്വതന്ത്രമായിട്ട് അവർക്ക് എന്തായി? ഭരണം ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ലാർജ് പാർട്സ് ഓഫ് സബ് കോണ്ടിനെന്റ് റിമെയിൻഡ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ഡൽഹി സുൽത്താൻസ് ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഡിസ്റ്റന്റ് പ്രൊവിൻസസ് ലൈക്ക് ബംഗാൾ ഫ്രം ഡൽഹി. ആ ഒരു സ്ഥലങ്ങള് നല്ല രീതിയിൽ റൂൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഡൽഹി അതുപോലെ തന്നെ ബംഗാൾ എന്ന് പറയുന്നത് നല്ലൊരു ദൂരമുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് റൂൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായി മാറി അല്ലേ? ഓക്കെ. Even in the Gangetic plain, there were forested areas Sultanate forces could not penetrate. Gangetic plainലോ ഒക്കെ കുറെ സ്ഥലങ്ങൾ അവര് കീഴടക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർക്ക് എന്ത് ചെയ്യാ? റൂൾ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടാണ്. ഓക്കെ. And local chieftains established their rule in this region. അതുകൊണ്ട് തന്നെ ഇവരെന്താക്കി? ചില ലോക്കൽ ചീഫ്റ്റെയിൻസിനെ അവിടെ എന്ത് ചെയ്യാ? ഭരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഓക്കെ. It is sometimes rulers like Alauddin Khilji and Muhammad Tughlaq could force their control in this area, but only for a short duration. Alauddin Khilji, Muhammad Tughlaq ഒക്കെ ഇത്തരം ഗംഗറ്റിക് പ്ലെയിനിലേക്ക് പോയി ഭരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ അത്ര കാലം ഭരിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നാണ് പറയുന്നത് ഗംഗറ്റിക് പ്ലെയിൻസിൽ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ. The Mongols under Genghis Khan invaders Transoxiana in northeast Iran in 1219 and Delhi Sultanate faced their onslaught soon after. അങ്ങനെ മംഗോൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള്
ആൻഡ് അവരുടെ ലീഡർ എന്ന് പറയുന്ന ഗംഗീസ് ഖാൻ എന്ന് പറയുന്ന ലീഡർ എവിടെ ഇൻവേഡ് ചെയ്തു? ട്രാൻസോക്സിയാന എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഇറാനിൽ അവർ അവിടേക്ക് കീഴടക്കി. അതന്നെ 1219 അത് ഡൽഹി സുൽത്താനേറ്റിന് വലിയൊരു തിരിച്ചടിയായി മാറി എന്നാണ് പറയുന്നത്. ആൻഡ് the Mongol also attacks Delhi Sultanate increased during the reign of Alauddin Khilji and the early years of Muhammad Tughlaq's rule. അപ്പൊ മംഗോൾസ് എവിടെയും കൂടെ അറ്റാക്ക് ചെയ്യാൻ വന്നു, ഡൽഹി സുൽത്താനേറ്റും അറ്റാക്ക് ചെയ്യാൻ അവർ വന്നു. ഓക്കെ, and this forced two rulers to mobilize a large standing army in Delhi, which posed a huge administrative challenge. അപ്പം പലതരത്തിൽ വേറെ സ്ഥലത്തു നിന്ന് ആളുകൾ ഇവിടെ കീഴടക്കാൻ വേണ്ടി വരുന്ന കണ്ടിട്ട് അവർക്ക് തോന്നി അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് തുഗ്ലക്കും ഭരിക്കുന്ന ഈ ഒരു ഡൽഹിയില് അവർക്കൊരു നല്ല രീതിയിലുള്ള മിലിറ്ററി ആർമി ഉണ്ടായിരിക്കണം എന്ന് അവര് തിങ്ക് അബൌട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ടോപ്പിക് സുൽത്താനേറ്റ് ഇൻ ദി 15th and 16th century. 15ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ടിലും എങ്ങനെയായിരുന്നു ഇത്തരത്തിലുള്ള ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ തുഗ്ലക്കുകാരെ അതുപോലെ തന്നെ ഈ അലാവുദ്ദീൻ ഖിൽജിന്റെ ഒക്കെ ഭരണം കഴിഞ്ഞപ്പോൾ ആരാണ് ഡൽഹി ഭരിച്ചത് മക്കളെ? ആഫ്റ്റർ ദ തുഗ്ലക്സ് ദ സെയ്ദ് ആൻഡ് ലോധി ഡൈനസ്റ്റീസ് റൂൾഡ് ഫ്രം ഡൽഹി ആൻഡ് ആഗ്ര അണ്ടിൽ 1526. പിന്നെ തുഗ്ലക്സിന്റെ റൂള് കഴിഞ്ഞപ്പോൾ ആരാ ഭരിച്ചത്? സെയ്ദ് ആൻഡ് ലോധി ഡൈനസ്റ്റീസ് ആണ് ഡൽഹി ഭരിക്കാൻ തുടങ്ങിയത് അല്ലെ. ഡൽഹിയും അതുപോലെ തന്നെ ആഗ്ര ഏത് വർഷം വരെ അവർ ഭരിച്ചു? ഇറ്റ് ഈസ് 1526 വരെ അവർ ഭരിച്ചു അല്ലെ, സെയ്ദ് ആൻഡ് ലോധി ഡൈനസ്റ്റീസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ബൈ ദെൻ ജൗൻപൂർ, ബംഗാൾ, മാൽവ, ഗുജറാത്ത്, Rajasthan and the entire South India had independent rulers who established flourishing states and prosperous capitals. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും എന്തായി? ഓരോരുത്തർക്കും സ്വതന്ത്ര ഭരണാധികാരികൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിനും ഓരോ റൂളേഴ്സ് ആയിട്ടുള്ള ഒരു പതിവ് വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ തുഗ്ലക്സ്, സെയ്ദ് ആൻഡ് ലോധി ഡൈനസ്റ്റീസ് റൂൾഡ് ഫ്രം ഡൽഹി ടു ആഗ്ര. ഓക്കെ, അണ്ടിൽ 1526 ഡൽഹി ആഗ്ര റീജിയൻസ് ഒക്കെ ആര് റൂൾ ചെയ്തു? പിന്നെ തുഗ്ലക്കിന്റെ ഭരണത്തിന് ശേഷം ലോധി ആൻഡ് സെയ്ദ് ഡൈനസ്റ്റീസ് റൂൾ ചെയ്തു. എപ്പം വരെ അവരാ റൂൾ ചെയ്തത്? ഏത് വർഷം വരെ? 1526 വരെ അല്ലെ. ആൻഡ് then after then ലോധി ആൻഡ് സെയ്ദ് ഡൈനസ്റ്റി വന്നതിന് ശേഷം ജോൺപൂർ, ബംഗാൾ ആൻഡ് മാൽവ ആൻഡ് ഫോർത്ത് വൺ ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ളതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് റൂളേഴ്സ് ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് സെയ്ദ് ഡൈനസ്റ്റിന്റെ ഒരു പിക്ചറൈസേഷൻ, അവരുടെ കിങ്ഡം ഒക്കെ. സെയ്ദ്, ഇറ്റ് ഇസ് സെയ്ദ് ഡൈനസ്റ്റിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. And this was also the period, ഈ സെയ്ദ് ഡൈനസ്റ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താ? എമർജൻസ് ഓഫ് ന്യൂ റൂളിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് അഫ്ഗാൻസ് ആൻഡ് രാജ്പുട്ട്. അവിടെ പുതിയ ഭരണാധികാരികൾ വരാൻ തുടങ്ങി. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ അഫ്ഗാൻസ് ആൻഡ് രാജ്പുട്സ് വരാൻ തുടങ്ങി. ഓക്കെ, and second point, some of the states established in this period, ഈ ടൈമിൽ കുറെ സ്റ്റേറ്റ് ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്മോൾ ബട്ട് പവർഫുൾ ആൻഡ് എക്സ്ട്രീംലി വെൽ ആൻഡ് അഡ്മിനിസ്ട്രേഡ്. ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ വരാൻ തുടങ്ങി, പക്ഷെ അത് വെൽ അഡ്മിനിസ്റ്റർ ആയിരുന്നു. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സും അവിടെ came into being. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഒരു ടൈമിൽ ഈ ലോധി ആൻഡ് സെയ്ദ് ഡൈനസ്റ്റി ടൈമിൽ പുതിയ റൂളേഴ്സ് വന്നു, അഫ്ഗാൻസ് ആൻഡ് രാജ്പുട്സ് അല്ലെ. അപ്പൊ കുറെ സ്റ്റേറ്റ് അവിടെ ഡെവലപ്പ് ആയി. ചെറിയ സ്റ്റേറ്റ്സ് ആണെങ്കിലും എക്സ്ട്രീംലി ഇറ്റ്സ് വെൽ ആൻഡ് പവർഫുൾ ആൻഡ് അഡ്മിനിസ്ട്രേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അവിടെ ഡെവലപ്പ് ആയത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോധി ഡൈനസ്റ്റിനെ കുറിച്ചാണ്. ലോധി ഡൈനസ്റ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി റൂൾ ഈസ് ഫ്രം 1451 to 1526 അല്ലെ. ഓക്കെ, ഓക്കെ. ഷെർ ഷാ സൂർ. ഹു ഇസ് ഷെർ ഷാ സൂർ? ഇറ്റ് ഈസ് അദ്ദേഹത്തിന്റെ റൂൾ 1514 to 1545 വരെയായിരുന്നു. വൺ ഓഫ് ദ ലോധി റൂളർ സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് ദ മാനേജർ ഓഫ് എ സ്മോൾ ടെറിട്ടറി. ഓക്കെ, ഇദ്ദേഹം ആദ്യം ഒരു ചെറിയ ടെറിട്ടറിന്റെ, ഇപ്പൊ പുതിയ സ്റ്റേറ്റ് വന്നു എന്ന് പറഞ്ഞല്ലോ, ചെറിയ ചെറിയ സ്റ്റേറ്റ് ഇപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്തു പറഞ്ഞില്ലേ ഡൽഹിയില്, അതിന്റെ മാനേജർ ആയിരുന്നു കേട്ടോ. അതിൽ വൺ ഓഫ് ദി സ്റ്റേറ്റിന്റെ സ്മോൾ ടെറിട്ടറിന്റെ മാനേജർ ആയിരുന്നു ഫോർ ഹിസ് അങ്കിൾ ഇൻ ബീഹാർ. ഓക്കെ,
അപ്പൊ അദ്ദേഹത്തിന്റെ അങ്കിളിന് വേണ്ടിയിട്ട് ബീഹാറിലെ ഒരു സ്മോൾ ടെറിട്ടറിന്റെ മാനേജർ ആയിട്ട് ഷെർഷാ സുറായി. ഇവഞ്ച്വലി ചാലഞ്ച്ഡ് ആൻഡ് ഡിഫീറ്റഡ് ദ മുഗൾ എംപറർ ഹുമയൂൺ 1513 to 1540, 1555 to 1556. ഓക്കെ, അപ്പൊ ഷെർഷാ സുർ എന്ന് പറയുന്ന ആള് ഒരു സ്മോൾ ടെറിട്ടറി, ഡൽഹി സ്മോൾ ടെറിട്ടറിനെ മാനേജറായി മാറി അദ്ദേഹത്തിന്റെ അങ്കിളിന് വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം ആരെ തോപ്പിച്ചു? മുഗൾ എംപറർ ആയിട്ടുള്ള ഹുമയൂണിനെ 1513 to 1540 ആ പീരീഡിലും 1555 to 1556 പീരീഡിലും തോൽപ്പിച്ചു. അങ്ങനെ ഷെർഷാ captured Delhi and established his own dynasty. അങ്ങനെ ഡൽഹിയില് ഡൈനസ്റ്റി, ഒരു എംപറർ ആയിട്ട് മാറി ആര്? ഷെർഷാ സുർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഷെർഷാ സുറിന്റെ ഒരു പിക്ചറൈസേഷൻ. ഓൾസോ ആ ഷെർഷാ സുറിന്റെ ഡൈനസ്റ്റിന്റെ പേരെന്താണ്? ഓൾദോ സുർ ഡൈനസ്റ്റി റൂൾഡ് ഫോർ ഓൺലി 15 years. എത്ര വർഷം അവർ ഭരിച്ചു? 15 വർഷം ഭരിച്ചു അല്ലേ? ഇറ്റ് ഇസ് 1540 to 1555. It introduced an administration that borrowed elements from Alauddin Khilji and made them more efficient. Alauddin Khiljiക്ക് നടപ്പാക്കാൻ പറ്റാത്ത കുറെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ആര് നടപ്പാക്കി? സുർ ഡൈനസ്റ്റി നടപ്പാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, and Shershah's administration became the model followed by great emperor Akbar. ഈ ഒരു ഷെർഷാ ആ ഒരു ഡൈനസ്റ്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് വലിയ വലിയ ഭരണാധികാരികൾ വരെ ഫോളോ ചെയ്ത. എക്സാമ്പിൾ, അക്ബർ വരെ ഫോളോ ചെയ്തത്. അക്ബറിന്റെ റൂൾ എന്ന് പറയുമ്പോൾ എപ്പം മുതൽ എപ്പം വരെയായിരുന്നു? 1556 to 1605 വരെയായിരുന്നു അക്ബറിന്റെ റൂൾ എന്ന് പറയുന്നത്. 1556 to 1605 ആണ് when he consolidated the മുഗൾ എംപയർ അല്ലെ. മുഗൾ എംപയറിന്റെ റൂളർ ആയിരുന്നു നമ്മുടെ അക്ബർ. അക്ബറും ആരെ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്തത്? ഷെർഷാ ഡൈനസ്റ്റിയുടെ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾദോ സുർ ഡൈനസ്റ്റി റൂൾഡ് ഫോർ ഓൺലി 15 years, 1540 to 1555 ആണ് 15 years of rule of Sur dynasty. They introduced an administration that borrowed elements from Alauddin Khilji and made them more efficient, and Shershah's administration became the model followed by great emperor Akbar. അക്ബറിന്റെ റൂൾ അല്ലെ എന്ന് പറയും 1556 to 1605. അക്ബർ പോലുള്ള വലിയ ഭരണാധികാരികൾ ഷെർഷാന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. മെയിൻലി എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ്, ഏതൊക്കെ ഡൈനസ്റ്റീസ് ആണ്? ഡൽഹി ഫസ്റ്റ് തൊട്ട് 2 സെഷനിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു മക്കളെ? Delhi Sultanate, first one Tomara, Rajput, പിന്നെ Chauhans, പിന്നെ third one Iltutmish, fourth one Iltutmish daughter Razia, പിന്നെ ആരാ വന്നത്? അലാവുദ്ദീൻ ഖിൽജി, പിന്നെ അലാവുദ്ദീൻ ഖിൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക് ഒരുമിച്ചാണ് ഡൽഹി ഇതാക്കിയത് അല്ലെ, റൂൾ ചെയ്ത് മുഹമ്മദ് തുഗ്ലക്. പിന്നെ 7th വൺ ആരാണ്? സെയ്ദ് ഡൈനസ്റ്റി അല്ലെ, സെയ്ദ് ഡൈനസ്റ്റി. Eighth one Lodi dynasty. Okay, 9th one it is Sher-Shah Sur dynasty le. Sher-Shah
ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാ ഡിസ്കസ് ചെയ്ത മക്കളെ? അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഡൽഹി 12th to 15th century എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ ടൊമാര രാജ്പുട്ട് ആൻഡ് ചൗഹാൻസിന്റെ നേതൃത്വത്തിലായിരുന്നു ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് റൂൾ ചെയ്ത റൂളേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും റൂൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഡൽഹി എന്തായി മാറി? ഒരു കൊമേഴ്ഷ്യൽ സെന്റർ ആയി മാറി അല്ലെ? കൊമേഴ്ഷ്യൽ സെന്റർ ഫോർ ട്രേഡ് ആയി മാറി അല്ലെ? കൊമേഴ്ഷ്യൽ സെന്റർ ആയി മാറി. ഓക്കെ, ഫോർ ട്രേഡ്. ഓക്കെ, പിന്നെയോ ഇൽത്തുമിഷ് ആണ് എന്തുകൊണ്ട് ബാൻഡാഗൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ കൊണ്ടുവന്നത്. സ്ലേവ്സിനും സ്ലേവ്സിനെ അദ്ദേഹം കൊമേഴ്ഷ്യൽ അല്ലെ, സ്ലേവ്സ് ആയിട്ടുള്ള ആളുകളെ, ലോബോൺ ഇതിലുള്ള ഫാമിലിയിൽ ജനിച്ച ആളുകളെ മിലിറ്ററി സർവീസസിലേക്ക് കൊണ്ടുവരികയും ഓരോ ടെറിട്ടറീസിൽ ഗവർണേഴ്സ് ആയി മാറ്റുകയും ഇൽത്തുമിഷ് ചെയ്തു അല്ലെ? ഇൽത്തുമിഷിന്റെ പ്രിൻസിപ്പൽ ഓഫ് ബാൻഡാഗൻ. ഈ ഒരു ബാൻഡാഗൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് തുഗ്ലക്കും എന്ന് പറയുന്ന റൂളേഴ്സ് ഫോളോ ചെയ്തത്. ഇൽത്തുമിഷ് ഡോട്ടർ, പിന്നെ ഇൽത്തുമിഷിന്റെ കാലം കഴിഞ്ഞ് ഇൽത്തുമിഷ് ഡോട്ടർ റസിയ ക്യൂനായിട്ട് വന്നപ്പോ അത് മിഹാജ് സിറാജ് എന്ന് പറയുന്ന ക്രോണിക്കിളറിന് എന്തായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞു, ആ ഒരു ഇൽത്തുമിഷിന്റെ ബാക്കിയുള്ള ആൺമക്കളെക്കാൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള റൂളർ ആണ് എന്ന് പറയുകയും പിന്നെ പറഞ്ഞു ക്യൂന് വരുന്നതിൽ അത്ര വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറഞ്ഞു അല്ലെ? ഓക്കെ, പിന്നെ അലാവുദ്ദീൻ ഖിൽജി they followed principles of ആരെ പ്രിൻസിപ്പിൾസ് ആ ഫോളോ ചെയ്തത്? അലാവുദ്ദീൻ ഖിൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്. ഇൽത്തുമിഷിന്റെ ബാൻഡാഗൻ അല്ലെ? ഇൽത്തുമിഷ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇൽത്തുമിഷിന്റെ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞ സെയ്ദ് ഡൈനസ്റ്റി, ലോധി ഡൈനസ്റ്റി ആണ് അല്ലെ? സെയ്ദ് ഡൈനസ്റ്റി ടൈമിൽ ലോധി ഡൈനസ്റ്റി കൊണ്ടുവന്ന കുറെ മാറ്റങ്ങൾ. പിന്നെ ഷെർഷാ സുർ ഡൈനസ്റ്റി, അദ്ദേഹവും അലാവുദ്ദീൻ ഖിൽജിന്റെ ഇതാണ് ഫോളോ ചെയ്തത് അല്ലെ? അത് മെയിൻലി ഷെർഷാ അസുർ ഡൈനസ്റ്റി ഫോളോ ചെയ്തത് എന്താണ്? അലാവുദ്ദീൻ ഖിൽജിന്റെതാണ് ഫോളോ ചെയ്തത് അല്ലെ? അലാവുദ്ദീൻ ഖിൽജി ആൻഡ് തുഗ്ലക്കിന്റെ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്തത്. പിന്നെ ഓക്കെ, പിന്നെന്താണ് ഈ സുർ ഡൈനസ്റ്റി കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് വേറെ ഏതൊക്കെയോ ഭരണാധികാരിക്ക് നല്ല രീതിയിൽ ഇൻസ്പയർഡ് ആയി എന്നാണ് പറയുന്നത്. സുർ ഡൈനസ്റ്റി കൊണ്ടുവന്ന കുറെ പ്രിൻസിപ്പിൾസ് വലിയ വലിയ മഹത് ഭരണാധികാരികൾ അത് ഫോളോ ചെയ്തു. അത് മെയിൻലി മുഗൾ റൂളർ ആയിട്ടുള്ള അക്ബർ വരെ ഫോളോ ചെയ്തു. അക്ബർ ruler of Mughal Empire followed Sur dynasty അല്ലേ? ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് വൺ ടൊമാര രാജ്പുട്ട് ആൻഡ് ചൗഹാൻസ് എന്ന് പറയുന്ന റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൽത്തുമിഷിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ബാൻഡാഗൻ ആണ്. പിന്നെ ഫോർത്ത് വൺ ഇൽത്തുമിഷ് ഡോട്ടർ റസിയ ബിക്കം ക്യൂൻ. പിന്നെ അലാവുദ്ദീൻ ഖിൽജിന്റെ റൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൈനസ്റ്റി, ലോധി ഡൈനസ്റ്റി. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയ്ദ് ഡൈനസ്റ്റി ആൻഡ് ലോധി ഡൈനസ്റ്റി ഡിസ്കസ് ചെയ്തു.
ഓക്കെ. പിന്നെ ഷെർഷാ സുർ ഡൈനസ്റ്റി, ലാസ്റ്റ് വൺ. സുർ ഡൈനസ്റ്റി ഫോളോ ചെയ്തത് അലാവുദ്ദീൻ ഖിൽജി തുഗ്ലക് അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്ത പാറ്റേൺ ആയിരുന്നു. ആ ഒരു സുർ ഡൈനസ്റ്റിന്റെ പ്രിൻസിപ്പിൾ ആര് ഫോളോ ചെയ്തു? ഗ്രേറ്റ് മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബറും സുർ ഡൈനസ്റ്റിന്റെ അതേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തു. അക്ബർ the ruler of Mughal empire followed the principles of Sur dynasty. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ, താങ്ക് യു.